ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പാചക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കന്നിത്തൂവ കൊണ്ടൊരു കറി. അപ്പോൾ നമ്മളെ മുമ്പ് അമ്മമാരൊക്കെ ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ട്. നമ്മളെ പാടത്തും പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്നു നിറയെ ചൊറിയൻ തൂവ, ചൊറിയും കേട്ടോ ഈ തൂവ. അപ്പോൾ ഈ തൂവ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി മാത്രമല്ല, തോരനും ഉണ്ടാക്കാം കേട്ടോ കന്നിത്തൂവ കൊണ്ട്. നന്നായിട്ട് ചൊറിയും. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം അത് നന്നായി പറിക്കാനായിട്ട്. തളിരില പറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് തന്നെ വേണം ഇത് അരിയാൻ, അല്ലെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് ചൊറിയും. ഈ തൂവ കൊണ്ടാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കന്നിത്തൂവ. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും കാന്താരിയാട്ടോ കിട്ടിയിട്ടുള്ളത്. പച്ചമുളകും കൂടി, പിന്നെ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കന്നിത്തൂവ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കേട്ടോ. അതേപോലെ പച്ചമുളകും തേങ്ങയും കൂട്ടി പിന്നെ അരച്ച് വെച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണയുണ്ട് കേട്ടോ, പിന്നെ വെള്ളവും. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു 2 വെളിച്ചെണ്ണ ചൂടാനായിട്ട്, കാരണം കുറച്ച് കന്നിത്തൂവേ കിട്ടിയുള്ളൂ കേട്ടോ. വറ്റൽമുളക് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള കേട്ടോ ആദ്യമായിട്ടിടുന്നത്. ഇതൊന്ന് മൂത്ത് തെറിച്ചു കേട്ടോ കണ്ണിക്കൊക്കെ. ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിടാൻ പോവാണ്. ചെറിയ ഉള്ളി ഇനി ഇതൊന്നാവട്ടെ കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. ഏകദേശം ചുമന്ന കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് മതി, കാരണം കുറച്ച് സാധനമേ ഉള്ളൂ കേട്ടോ. നമുക്ക് കന്നിത്തൂവ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അത് മതി. ഇനി ഇതൊന്ന് തിളച്ച് വരണം, നന്നായിട്ട് തിളയ്ക്കണം. അത് നമ്മൾ തീ കൂട്ടി കൊടുക്കണം. കുറച്ച് ഉപ്പിടുകയാണ് കേട്ടോ. അതേപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ചിടണം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചൊരു നുള്ള ഇട്ടാൽ മതിയേ. ഇത്തിരി അല്ല, ഇലക്കറിയല്ലേ, അപ്പോൾ ഒരിത്തിരി കുറച്ച് മതി. ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കന്നിത്തൂവ ഇതിലേക്ക് ഇടാൻ പോവാട്ടോ. ചൊറിയുവേ, കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, ചൊറിയും. നമ്മൾ ഈ കന്നിത്തൂവ അരിഞ്ഞ് വെച്ചിട്ടുള്ള കന്നിത്തൂവ ഇതിലേക്ക് ഇടുകയാണ്. ഇതൊരു ഇത്തിരി ഉണ്ടാവുകയുള്ളൂ. ഇത് കുറച്ചല്ലേ കിട്ടിയിട്ടുള്ളൂ. പറമ്പിലൊക്കെ ഇപ്പം ഇല്ല, എല്ലാവരും പറിച്ച് കളഞ്ഞിട്ട്. കാരണം ചൊറിയുന്ന തൂവയാണല്ലോ. എല്ലാവരും പറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ തൂവയൊന്നും എവിടെയും കിട്ടാനില്ല. ഇനി ഇതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് നാളികേരവും പച്ചമുളകും അരച്ചത് ചേർത്ത് വെളിച്ചെണ്ണ ഇട്ടിട്ട് വാങ്ങിക്കാം. ഇതിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും.
കഴിക്കുമ്പോൾ ചൊറിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പറിക്കുമ്പോൾ കൈയൊക്കെ ചൊറിയും, പക്ഷെ കഴിക്കുമ്പോൾ ചൊറിയൊന്നും ഉണ്ടാവില്ല, നല്ല രുചിയാവും. വെന്തിട്ടുണ്ട് കേട്ടോ കന്നിത്തൂവ നന്നായിട്ട്. നമ്മളിതിൽ തേങ്ങ അരച്ചതും തേങ്ങയും പച്ചമുളകും, ഇതിൽ കാന്താരിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാന്താരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാന്താരി തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓഫാക്കാം കേട്ടോ തീ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാണാം. നമ്മുടെ കഞ്ഞിത്തൂവക്കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് തോരനായിട്ട് വെക്കാം കേട്ടോ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിക്കാൻ നല്ല രസമാണ്. കാരണം പറിക്കുമ്പോൾ ചൊറിയും, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞിത്തൂവക്കറി. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കഞ്ഞിത്തൂവക്കറി. കാരണം കർക്കിടക മാസത്തിൽ ഇലക്കറികൾ കഴിക്കണം എന്നല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഇലകൾ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇത് പണ്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ. വീട്ടിലൊക്കെ നിങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ കഞ്ഞിത്തൂവ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചോറും ഒരു ചമ്മന്തിയും പപ്പടവും ഈ കറി മാത്രം മതി, നന്നായിട്ട് ചോറുണ്ണാൻ കഴിയും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെയാണ് കഞ്ഞിത്തൂവക്കറി. ഞങ്ങൾ കഞ്ഞിത്തൂവ എന്നാണ് പറയുക. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും, പക്ഷെ ആ ചൊറിയുന്ന തൂവ തന്നെയാണ് കേട്ടോ അത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കഞ്ഞിത്തൂവ എന്നാണ് പറയുക. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഞ്ഞിത്തൂവക്കറി പോലെ വേറെ വെറൈറ്റികൾ ഉണ്ടാക്കി നോക്കുക, പരീക്ഷിച്ച് നോക്കുക. നല്ല രസമുണ്ട്. കാന്താരി ഇട്ടിട്ട് നല്ലൊരു എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.